കഴിഞ്ഞ രാത്രിയിൽ നമ്മെ സഹായിച്ച അനുഗ്രഹിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഈ ആരാധനയിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്ക് നമ്മെ തന്നെ ആരംഭത്തിൽ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ആരാധനയിൽ നാം സംബന്ധിക്കുമ്പോൾ നാം സൺഡേ സ്കൂളിൽ പഠിച്ചതുപോലെ നാം എത്ര ശ്രദ്ധിച്ച് ജീവിച്ചാലും നാം അറിയാത്ത തെറ്റുകൾ, അറിയാത്ത സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാകപ്പിഴകൾ, കുറവുകൾ ഒക്കെ ദൈവസന്നിധിയിൽ സംഭവിക്കാം. ഇന്ന് ആരംഭത്തിൽ തന്നെ കർത്താവേ, എന്റെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യണമേ. കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ എന്നെ ഒരു പ്രാവശ്യം കൂടെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നാം ഗാനങ്ങൾ പാടുമ്പോൾ നാം പരിശുദ്ധാത്മാവിൽ ഗാനങ്ങൾ പാടി ആത്മാവിൽ നാം സന്തോഷിക്കുവാൻ, ആത്മീയ ഗാനങ്ങൾ ലീഡ് ചെയ്യുന്ന സഹോദരിമാരും ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെട്ട് ഗാന ശുശ്രൂഷകളൊക്കെ ലീഡ് ചെയ്യുവാൻ ദൈവത്തെ സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഇന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടി സകല ശുശ്രൂഷകളും ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ രാവിലെ സമയം നിന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയിൽ കടന്നു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ നീ ഞങ്ങളെ സഹായിച്ചു. അവിടുത്തെ കൃപയിൽ നിലനിർത്തി. കർത്താവേ, വീണു പോകാതെ ഈ ലോകത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ, ഞങ്ങളുടെ സ്വന്തം ബലം കൊണ്ടോ, ഞങ്ങളുടെ സ്വന്തം ആലോചനകൾ കൊണ്ടോ അല്ല കർത്താവേ. അവിടെ ഞങ്ങളെ നിർത്തിയത് കൊണ്ട് മാത്രം ഞങ്ങൾ നിൽക്കുന്നുവെന്ന് ഞങ്ങൾ ഇന്ന് ഒരു പ്രാവശ്യം ഇവിടെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോട് സകലതും നിവർത്തിക്കുവാൻ ദൈവം സഹായിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് പ്രാഗൽഭ്യം നൽകണം. ആത്മീയഗാനങ്ങൾ പാടുവാൻ ഞങ്ങളെ സഹായിക്കണം. ആത്മാവിന്റെ സന്തോഷം അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണം. കർത്താവിന്റെ വചനത്തിൽ കൂടി കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുമാറാകണം. സകല മാനമഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനാ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അടുത്ത് ചെന്നാൽ ദൈവം നമ്മളോട് അടുത്ത് വരും. പടയാറിനോട് ചേർന്ന് നിന്നീത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റ് നാം പണിതീടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. തിരുക്കരം നമ്മോടുകൂടെ ഇരിക്കാനായിട്ട് നമുക്ക് ചില നിമിഷങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ആ ദൈവത്തോട് അടുത്ത് ചെല്ലാം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സേവിക്കുന്ന ദൈവം അല്ലെങ്കിൽ അത്ഭുതമേറിയ നാമമുള്ളവരാണ്. എങ്ങനെയെങ്കിൽ പാട്ടുകാരനോട് ചേർന്ന് അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ആ പാട്ട് പാടി ചില നിമിഷങ്ങൾ ദൈവത്തെ ആരാധിക്കാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും ഏകമായി കൂടി
സർവ്വവാദ
ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശുമാരാധവേ, 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 ആയത്ര നല്ലവേ, എന്നുമെന്നും കൂടെയുള്ളവേ. യേശുമാരാധവേ, യേശുമാരാധവേ, യേശുമാരാധവേ,
മാറിപ്പോകാത്ത മനുഷ്യരെല്ലാം വാക്കു പറഞ്ഞു, അവർ വാക്കു മാറിപ്പോയി. നമ്മുടെ അവസ്ഥകളുടെ മധ്യത്തിൽ നാം ആയിരുന്ന സാഹചര്യത്തിന് മുന്നിൽ നമ്മുടെ ഉറ്റവർ പോലും നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ വിട്ടു മാറി നിന്നപ്പോൾ മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവ് എന്നും നമ്മുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. വാക്കുമാറാത്തവൻ അവൻ ഒരുവൻ മാത്രമാണ്. ആ കർത്താവിനെ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ആരാധിക്കാമോ? വാക്കുമാറാതെ നമ്മുടെ കൂടെ ഇരുന്ന നമ്മുടെ കർത്താവ്, രോഗശയ്യയിൽ നമ്മുടെ കൂടെ ഇരുന്ന കർത്താവ്, മരണക്കിടക്കയിൽ നമ്മോട് കൂടെ ഇരുന്ന കർത്താവ്, ആരുമില്ലാതിരുന്ന മേഖലയിൽ വാക്കുമാറാത്തവൻ നമ്മുടെ കൂടെ ഇരുന്ന് കരം പിടിച്ച നമ്മുടെ കർത്താവ്, സാമ്പത്തികമായി നാം തകർന്നു പോയപ്പോൾ നമ്മുടെ കരം പിടിച്ച നമ്മുടെ കർത്താവ്, പാപത്തിൽ നാം അകപ്പെട്ടിരുന്ന നാളുകളിൽ നമ്മുടെ കരം പിടിച്ച നമ്മുടെ കർത്താവ്, മാറാത്തവനായ നമ്മുടെ കർത്താവിനെ ഇന്ന് പകലൊന്ന് ആരാധിക്കാമോ? മാറാത്തവനായ കർത്താവിനെ ഇന്ന് പകൽക്കാലം ഒന്ന് രുചിച്ചു നോക്കാമോ? മാറാത്തവനായ കർത്താവിന്റെ പക്കൽ ഇന്ന് പകൽക്കാലം ഒന്നായിരിക്കാൻ കഴിയുമോ? മാറാത്തവനായ നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ, പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, വാഗ്ദത്തങ്ങളിൽ വാക്കുമാറാത്ത കർത്താവിനെ ഇന്ന് പകൽക്കാലം നമുക്ക് മുറുകെ പിടിക്കാം. രോഗികളായ ആരെങ്കിലും ഇന്ന് പകൽക്കാലം സഭയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മാറാത്തവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ രോഗത്തെ ഏൽപ്പിക്കാം. ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ, ഞെരുക്കത്തോടെ ആരെങ്കിലും ഇന്ന് പകൽക്കാലമായിരിക്കുന്നുണ്ടെങ്കിൽ മാറാത്തവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് അഭിഷേകങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ സഭയെ മാറാത്തവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് വാക്കു പറഞ്ഞ കർത്താവ്. ആമേൻ. നമ്മുടെ ദേശത്തെ ഈ സഭ വളരുന്നതോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം ആത്മാക്കളെ ദൈവം ഈ ആലയത്തിനകത്ത്, ഈ ദേശത്ത് നിന്ന് ദൈവം വിടുവിച്ചെടുക്കാൻ പോകുന്നതോർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അല്പസമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിയോഗിക്കപ്പെട്ട വ്യക്തികൾക്ക് ഇപ്പോൾ ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. Lord Jesus, we thank you and praise you, God, for this morning. We thank you, God, for everything that you've done, Lord, for bringing us together today, oh Lord. Father, we thank you for your faithfulness in our life, Lord.
We thank you for all that you've done, Lord God. We thank you, Lord, for your grace, Lord, for your mercies, oh God, for your healing, oh Lord. We thank you, Lord Jesus, for your presence that's with us, oh God, this morning, Lord. We thank you, Jesus, for your faithfulness. Lord, we submit ourselves into your hands again today, God. Lord, we ask that you wash us with your blood one more time, oh God. Cleanse us, oh God. Forgive us of all of our shortcomings, oh God. Anything that we have said or done or thought or felt, anything, oh God, that was out of line with your word, oh Lord, wash us, oh God. Convict us, oh Lord, of all of our shortcomings, Lord. Lord, we humbly come before you, Lord. Father, we pray for more grace, oh God. We pray for more mercy, oh Lord. And Lord, we surrender ourselves to you, Lord. Father, we give this service before you. We ask that your presence would remain here. Holy Spirit, we ask that you be here. Touch our hearts, oh God. Bring all the words that we've learned and that we're going to learn today, Lord. Bring it to our remembrance this week, oh God. Help us to live the way you want us to live. Help us not to talk the way you want us to talk. Help us to walk the way you want us to walk, oh God. Lord, I pray that you control all the things, oh God, even the things, oh God, that other people cannot see, oh Lord. Lord, whatever is in our heart and in our minds, oh God, Lord, we surrender before you, Lord. Lord, we give all of our issues before you. We give all the families who are traveling, oh Lord, into your hands, Lord. Pray for many mama, and I'm with you before you, Lord. We pray, God, for their protection. We pray for your anointing to be upon them, oh God, as they minister, Lord. We pray for traveling mercies for them to come back safely, oh God. And Lord, we surrender these modesty and their women before you, Lord. Father, we pray for them. We pray for deliverance in their household and for their family, oh God. Lord, we pray for Jill and family, Lord. We pray for deliverance for them as well, oh God. We pray that they will be testimonies, oh God, for you, oh Lord. And Lord, we give this church before you, oh God. We pray that you bless it, oh God. We pray that you make it to grow according to your will, oh God. Lord, we pray that you bring only the ones that you want to come here, oh God. Lord, I pray, God, that you bring us all here, Lord. Help us, Lord, to be used, Lord, for your work, oh God. Lord, we surrender this nation before you this morning, oh God. We pray for America, Lord. We pray for Israel. We pray for Iran. We pray for the Middle East, oh Lord. Lord, we pray for all these countries, oh God. Father, none of this is taking you by surprise, oh God. Lord, we thank you because your word is faithful, oh God. Everything that you have said in your word is coming to pass, oh God. Lord, we ask for mercy, oh God. We ask for compassion, oh God. Lord, we ask, oh God, that you protect the innocent, oh God. That you protect your children and all that call upon your name and that are called by your name, oh God. Lord, we surrender everything into your hands, Lord. Let everything be done according to your will, oh God. Lord, we thank you, Lord, because even the earth is calling out that you're coming soon, oh Lord. Lord, we ask, oh God, that you'll help us, Lord, to be ready for your coming, oh God. Lord, whatever happens, oh God, let us be ready for your coming, oh God. Lord, we submit every issue into your hands, oh God. Lord, we surrender anyone who's speaking today and worshiping today or talking today, Lord, bless every single one, oh Lord. Father, let your presence be here, oh God. Never leave us, oh God. Bless us for the rest of the week and be with us, Lord. In Jesus' name we pray. Amen. Father, we thank you, Lord, for this wonderful time again. Come before your presence, Lord, from the Bible study to the worship, Lord, you be with us, Lord. Your presence is first, Lord. We thank you, Lord, that you are in our midst, Lord. Lord, you are that unchanging, Lord. You are the one that does not change, Father. Lord, we pray, Lord, that you'll abide in your love, Lord. We thank you, Lord, for your presence in our lives, Lord. We thank you, Lord, that we'll be a witness to you, Lord, to your salt and light, Lord. We thank you, Lord, for blessing our church, Lord. Lord, in the service, Lord, you bless us, Lord, the words that we speak. Anoint the servant of God, Lord. We pray for, Lord, your word should be spoken through him, and Father, that it will bring life into our hearts, Lord. We thank you, Lord, for all the people in this church, Lord, that you bless us, Lord, as we abide in your presence, Lord, that you speak continuously, Lord. Lord, you bless us this Sunday and this week, Lord. We surrender everything in your hands, Lord. In Jesus' name we pray. ഈ നല്ല സമയത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അല്പസമയം കൂടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ആരാധനാലയം അങ്ങയുടെ പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആരെല്ലാം ശുശ്രൂഷിക്കുന്നുണ്ടോ അങ്ങയുടെ ആത്മാവിന്റെ മറവിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ ഇടയാക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വചനത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന വചനമായി, ഞങ്ങളെ പണിയുന്ന വചനമായി, ഞങ്ങളെ രൂപാന്തരം വരുത്തുന്ന വചനമായി അമ്മ ഇന്ന് പകൽക്കാലം വചന ശുശ്രൂഷ മാറണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട്
പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ജീവനും ശക്തിയും പകരുന്ന വചനമായി അമ്മേൻ വചനം മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഭയെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അതൊരു അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ ദേശത്തിന്, ഞങ്ങളുടെ രാജ്യത്തിന്, ഞങ്ങളുടെ സഭ ഒരു അനുഗ്രഹമാക്കുമാറാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സകല ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Praise God. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 63-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. We are going to read Psalm 63. 63-ാം സങ്കീർത്തനം. ദൈവമേ, നീ എന്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. എന്നാൽ രാജാവ് ദൈവത്തെ സന്തോഷിക്കും, അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവരെല്ലാം തൊഴിലും. എങ്കിലും പോസ്റ്റ് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. Hallelujah. Praise you, Jesus. നമുക്ക് ദൈവം നൽകിയ ഈ സങ്കീർത്തനത്തിനായി സ്തോത്രം. കർത്താവിനെ നാം ആശ്രയിക്കുമ്പോൾ അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. അവൻ നമ്മോട് കൂടെയുണ്ട്. രാത്രിയാമങ്ങളിൽ ഒരു സമയ വ്യത്യാസമില്ലാതെ ഏത് സമയത്ത് നമുക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരേ ഒരു സങ്കേതം, ഒരേ ഒരു സ്ഥലം, അത് ദൈവത്തിന്റെ സന്നിധിയാണ്. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്തു. മറ്റുള്ളവർ ഞങ്ങൾ നശിച്ചു പോകുമെന്ന് നോക്കിയ സ്ഥാനങ്ങളിൽ ഞങ്ങൾ ലജ്ജിച്ചു പോകാതെ കർത്താവ് ഞങ്ങളെ നിലനിർത്തിയതുകൊണ്ട്, ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കിയതുകൊണ്ട്, നന്മകളാൽ ഞങ്ങളെ നിറച്ചതുകൊണ്ട്, ദൈവകൃപകളാൽ ഞങ്ങളെ നിറച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവ് ഞങ്ങൾ ഇരുത്തേണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. Please be seated in the presence of God. We thank God for this day of the Lord. Every day is the day of the Lord. But I like to emphasize Sunday is being an extra day of the Lord. This is the day of the Lord, and we are here to magnify the Lord and to exalt His name together. And last night we had a very blessed evening meeting. In fact, that was the very first Saturday night meeting the church had since we started it in 2024. That actually tell us that if any one of you plan to have a meeting, it is all possible. All things are possible, and we can do it if we plan it ahead of time without conflicting other existing services. We can do that, and we had a good time. We had a minister from UK, Pastor Pinny Matthew, was very effectively ministered among us. The service was blessed, and this morning we recognized this wedding anniversary there, but it is our custom in this church to recognize it every day. Maybe we started recognizing on Wednesday, then Saturday, and even today. We just wanted to overkill it, I think. So this week was our Jason's and Vince's wedding anniversary. God continued to help them and bless them, and they already said their testimony there. If they want to say a word in the church, I can give you a few moments. And also, it is our custom to recognize the
birthdays in the week it happened. So naturally, this will happen next week, but since I'm not here next week, I just wanted to recognize Bhavina Mo's birthday coming up tomorrow, and also Sister Manassy's birthday. It is actually on the sheet for next week to recognize, and they will be recognized. And I just wanted to recognize that since being very close to this day, 22 and 23 is very close to each other, and then 25th is Sister Manassy's birthday. I had a text message with her the other day, and she is needing our prayer, and she's waiting for some important decisions concerning the treatment of her child. I told her in my text message, we will wait for a miracle. And then we just simply don't say that word miracle. We believe our God is a miracle working God. And when people of God stand together in unity and pray, such things will happen in our life. So let us continue to lift her up in our prayer. And I know we all are doing it, but we overemphasize it. And that doesn't hurt. Overemphasizing doesn't hurt. So let us continue to pray for her every time we can remember they really need our prayers. And sometimes when you are all alone, when you face severe problems, you don't know what to do, it's a very overwhelming situation. And you need people with compassion and the empathy to stand together and hold hands together and pray for this family. And you want to say a word, Bhavina? What your birthday? So first off, so I'm turning 17 tomorrow, and for the year of 16, it's been a very roller coaster, but this is the year where I've seen the most spiritual growth that I have ever seen in my life. And kind of just what I was saying in the Bible study too, the type of situations that the Lord has delivered me from, how I've seen His hand move in my life, it's like none other before. And just for I don't even know how to say this, but when I was 16, we started the Bible studies, and it started in a small room of just 4 other kiddos and me. And then it's grown so much, and I want to thank, first of all, God for expanding me in ministry and for growing me and for just helping me to get this far. And I want to thank Compassionate Church and Pastor Nelson for giving me the opportunities to grow my talents and to grow in the Bible studies and the exhortation. And I would like to thank my father for just being there for me and for being a father figure in my life through the difficult times that I've gone through over this past year. When I was a little kid, I never had a father figure, but over this year, I really leaned on him. This is I feel like the most father-daughter year that we've had, because in those hard moments I had him right there next to me, and I could feel his fatherly love just as I felt from the fatherly love of God this year. I felt the fatherly love from both sides this year, and I'm forever grateful. And to you, Apacha, I know it's been a year since Amachi passed, and it's been a very hard time, but I'm still so grateful for you, and I'm glad to still have you in my life. And I'd like to thank Pastor Justin for helping me just with so much stuff. He's helped me with my Bible studies, with whatever questions I have. And most of all, I would like to thank my mother. Oh my goodness, I have a lot to say, but she is amazing. She always tells me that she's honored that I came out of her womb, but honestly, I'm more honored to have her as my mother and to have her as a spiritual mentor and a guide who has helped me so much over this past year, but I can't even begin to explain. I always tell my friends, I'm so thankful to have such a caring and welcoming mother like mine, and I truly don't believe that
like any other mother and daughter have the type of relationship that me and her do. And I'm just forever grateful that God has given me such a wonderful mother like her to help me through definitely the age of 16. And I was going through the darkest times when I was age 16. I was crying in her arms like a baby again, and she was cradling me. So I just want to thank God for her and the amount of stuff that we've gone through. But I just want to thank God. He's done so much in year 16, and I pray that in year 17 that I will grow spiritually. I will grow in ministry for His glory. And again, just thank you, all of you. Praise God. Sister Lindsay, say words. ഒരു പ്രാവശ്യം കൂടെ എൻ്റെ വീണ്ടെടുക്കുവാനും രക്ഷിതാവുമായ എൻ്റെ ദൈവത്തിനെ ഹല്ലേലൂയ സ്തുതിപ്പാൻ വാഴ്ത്തുവാൻ ആരാധിപ്പാൻ തന്ന വലിയൊരു അവസരത്തിനായി എൻ്റെ ദൈവത്തിനെല്ലാം മാനമഹത്വം പഴിച്ചർപ്പിക്കുന്നു. ഞാൻ അറിഞ്ഞതുപോലെ ഹല്ലേലൂയ ഒരു വർഷക്കാലം കൂടെ കുടുംബജീവിതത്തിൽ ദൈവം ദാനം ചെയ്തു. ഹല്ലേലൂയ നടത്തിയ പിതാവിന് എല്ലാ മഹത്വം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ നിന്നതല്ല ദൈവം ഞങ്ങളെ നിർത്തി നേടിയതല്ല ദൈവം എല്ലാം ദാനമായി തന്നു. ആ ദൈവത്തിന് എല്ലാ മാനമഹത്വം പകർച്ച അർപ്പിക്കുന്നു. ഭാരങ്ങള് പ്രയാസങ്ങള് ഒക്കെ ജീവിതത്തിൽ നേരിട്ടപ്പോഴും ഹല്ലേലൂയ ഇന്ന് പാടിയതുപോലെ തിരുക്കരം കൂടെ ഇരുന്ന് ജയത്തോടെ നടത്തി. ഹല്ലേലൂയ അത്ഭുത മന്ത്രിയായ ദൈവം, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു കൂടെ ഇരുന്ന് ഇത്രത്തോളം നിലനിർത്തി ആ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. യേശുവോട് ചേർന്ന് ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും അന്ത്യത്തോളം. ഹല്ലേലൂയ കുടുംബമായി ദൈവത്തെ സ്നേഹിച്ച് ഹല്ലേലൂയ മുന്നേറുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ദേവദാസന്റെ കുടുംബത്തിന്റെ സഭയുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. വചനത്തിൽ കാണുന്നത് പോലെ യെശയ്യാ 55:8-9 എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഉന്നതമായ വിചാരങ്ങളും വഴികളുമുള്ള ആ ദൈവത്തിൽ പിന്നെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഫലം കഴിക്കണം. ഫലം കാഴ്ച ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമാകുവാൻ ദൈവം പിന്നെയും സഹായിക്കേണ്ടതിനായി ദൈവങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഇരുന്നോളുന്നു. ഇന്നലെ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നു. കടന്നു വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വരാൻ കഴിയാത്തവർക്കും ഹല്ലേലൂയ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവം നമ്മളെല്ലാവരും ചെയ്തോടെ നിലനിർത്തട്ടെ. Praise God. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. I am very happy to hear the testimonies of both the testimonies. പല ആംഗിളിൽ നിന്നും ടെസ്റ്റിമോണിയാണ്. ഒരു ആനിവേഴ്സറി, ഒരു ബർത്ത്ഡേ. I know Bhavina ever since we started the church, and I also can see the transformation and the growth in her. This church stands for growth and development for all. I mean, everyone will have chances in this church. It's not just handpicked. Everybody who comes to this church, they will have opportunities for all type of ministry development, and I stand with it. That is one of my goal, to develop all our brothers and sisters. I thank God the initiative, but you have initiative to be developed. And the three things I look is ability, availability, and commitment. And so these are the three things that we all need to be used in the work of God. And one of my own policy is this. This is what I do. Like when I went to work, if I get there at 6 o'clock, that's what I did. When I went to work, I go to my office at 6 a.m. Usually others only come evening 8 o'clock until 10 o'clock. They keep coming in, but I'm already there doing my work. So I believe God's work is done just better than that. If I took that much effort there, I would come here the first person every time, because God's work cannot be done negligently. You have to put the best effort for God's work. I thank God for all those interests that we have for the work of God in this church. I'm not going to take any more time. I know I took a little extra time, but today, before the English worship team coming to lead us in praise and worship, and then following that, Jeremy is going to come and speak. I want to say a word about Jeremy. And I am a very good observer. I observe everybody. One thing I observe about Jeremy is enthusiasm. He's enthusiastic,
and I go to his house and he comes and greet me. And he is already doing like an adult-like behavior. And I'm not, by saying that I'm not putting anybody down, but that probably can happen, but I'm observing and I'm saying what I'm observing. So that is very good, and even at the very last moment, he is enthusiastic about speaking to a congregation. Thank God for his enthusiasm and his commitment for the work of the church, playing the instrument and preaching and taking up all those kind of assignments. God be with you. You have nothing to worry. The people are praying for you. Okay? And now I am going to say a prayer for the birthday and the anniversary, and then after the message, our offering song will be there. Then Brother Jason will come and pray the offering prayer. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ വീണ്ടും സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളെയും ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. എണ്ണിയാൽ തീരാത്ത നന്മകളെ കൊണ്ട് നീ ഞങ്ങളുടെ ജീവിതങ്ങളെ നിറച്ചു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ട നല്ല സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. പ്രിയ ഭവിന മോൾക്ക് ഒരു പുതിയ ബർത്ത്ഡേ അവിടുന്ന് ദാനമായി കൊടുത്തുള്ള കർത്താവേ, കഴിഞ്ഞ വർഷം വിവിധ സമയങ്ങളിൽ ശാരീരികമായ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ സഭയായി തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ സ്ഥാനങ്ങളിലെല്ലാം അവിടുത്തെ കരം പ്രവർത്തിച്ച് ഇന്ന് അത്ഭുതകരമായ ഒരു സാക്ഷ്യം കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഒരു പുതിയ വർഷം കൂടി നിന്റെ മകൾക്ക് ദാനമായി കൊടുത്തല്ലോ. ഈ പുതിയ വർഷം കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവിന്റെ സന്നിധിയിൽ അധികം പ്രയോജനപ്പെടുവാനുള്ള താല്പര്യത്തെ കുറിച്ച് സംസാരിച്ചുവല്ലോ. അതിനുള്ള അവസരങ്ങളെ, അതിനുള്ള കൃപകളെ, അതിനുള്ള കഴിവുകളെ, പ്രാപ്തികളെ എല്ലാം ദൈവം നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജേസനും സിസ്റ്റർ ബിൻസിക്കും അവരുടെ വിവാഹ ജീവിതത്തിൽ ഒരു പുതിയ വർഷം കൂടി അവർക്ക് ദാനം ചെയ്തുകൊണ്ട് സ്തോത്രം. കുടുംബമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ സഭയായി അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർക്ക് മാതൃകയായി ജീവിക്കുവാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കുന്നുകൊണ്ട് സ്തോത്രം. അവരുടെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് അനുഗ്രഹമാക്കുന്നുകൊണ്ട് സ്തോത്രം. തുടർന്നുള്ള എല്ലാ മിനിസ്ട്രികളെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. Father, as we come here and worship, open the eyes of our heart, Lord, so that we can see you. We can see your glory. We can see your fullness. We can see your perfection, Lord. Father, open the eyes. Amen. Hallelujah. Open the eyes of my heart, Lord. Open the eyes of my heart. I wanna see.
Open the eyes of my heart. I want to see you. I want to see you. Open the eyes of my heart, Lord. Open the eyes of my heart. I want to see you. I want to see you. To see you high and lifted up, shining in the light of your glory. Pour out your power and love, and we sing holy, holy, holy. Holy, holy, holy. Holy, holy, holy. Holy, holy, holy. Oh, we want to see you, Lord. Praise the Lord. Hallelujah. 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 Let's all lift our hands and praise our God. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Just think about this week. Things could have went wrong, but God still kept us safe. He had his power over us, and he kept us safe from all the sickness, from all the crucial part of our life. He kept us safe. So what we want is to draw closer to God. Even when we sin, just know that he's there. Just if you fall down, get up on your knees and start praying and get closer to God. Because sometimes it's not like our human powers cannot fight over those sins. We need the presence of God. We need to get closer to God. That's when we can win those battles, win those battles. So let's all get closer to God. Hallelujah. Draw me close to you. Never let me go. I lay it all down again to hear you say that I'm your friend. You were my desire. No one else will do. 'Cause nothing else can take your place. To feel the warmth of your embrace. Help me find a way. Bring me back to you. The song says, you're all I want. You're all I ever needed. You're all I want. Help me know you are near. You're all I want. You're all I ever
Praise the Lord. I greet you on the mighty name of Jesus. I thank God for giving me this chance to speak today, and also thank Pastor for letting me speak. And today I want to talk about fasting and how it brings us closer to God. When I first heard about fasting, I thought it was not about eating, but I learned it was much more than that. Fasting is when we say no to our food and to other things, so we can say yes to God even more. It's a special time for us to read the Bible and listen to what God says. In the Bible, there are so many people who fasted and God answered them. Let's look at Daniel. Daniel fasted from meat and wine for 21 days. He fasted and prayed and waited on God, and God sent an angel and answered him. Then there's Esther. When her people were in danger, she told everyone to fast for 3 days. They didn't eat or drink, and God gave her favor before the king. And of course, Jesus fasted for 40 days and 40 nights. He didn't do that to he had to. He showed it as an example on how to be closer to God. When we fast, it's an important time. We are saying that our God is more important than our food and everything else. Fasting might not be easy, but when you pray, He can give you strength, and He'll give you strength. Fasting isn't just skipping food, it's also about growing strong in our spirit. When we fast, our body becomes weak, but our spirit becomes strong. During fasting, we should read the Bible and pray more. We pray for our family, for our church, and our pastors, and those who are sick. We can pray for our friends who don't know Jesus yet, and God hears us when we pray with a pure heart. In the Bible, it says in Matthew 6, verse 17 and 18, "But when you fast and anoint your head and wash your face, that fasting may not be seen by others, but your Father who is in secret. And your Father who is in secret will reward you." That means we don't fast to show off. We fast because we love God and we want to be close to Him. And when we do it secretly and sincerely, God will reward us. When we fast, miracles can happen. God can heal sicknesses, and He can open doors and give us blessings, like a new job or a new house. God can give us strength to overcome temptations, even if it's skipping one meal or spending extra time in prayer instead of being on our phone. God sees us and He's proud of us for giving our time with Him. As I finish, I want to say fasting is a privilege. It's our way to say, "Lord, I want to know You and know You more." Let's make fasting part of our life, not just something we do once in a while. Let's fast with joy and believe that God will do great things for us and our family and our church. Because when we fast and pray, power comes down and the Holy Spirit moves among us. Thank you. God bless you. Praise God. Hallelujah. Hallelujah. We're going to sing the offering song and take the offering. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ ഒരു ജയമെടുത്തു വിരുദു പ്രാപിക്കാം സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ ഒരു ജയമെടുത്തു വിരുദു പ്രാപിക്കാം കേൾക്കാറായി സന്നാഹനതൊലി നാം പോകാറായി പാത്രം
Shall we bow our heads and pray together? Heavenly Father, we thank you for this morning you have given us to come and worship before your presence, to lift up our praises. You alone are worthy of all of our worship. We adore you. We lift up your name here in the land of the living, oh Father God. You have sustained us last night. Lord, many passed away in their sleep. Lord, but you have given us breath and life. We lift up your name and we worship you for who you are worthy, because you are worthy and for what you have done in our lives, oh Father God. We thank you for all those who were able to give to your kingdom, oh Father God. Lord, we pray that you will bless each and every individual, every family, oh Father God. Let no one be in debt, oh Father God. We pray that you will help them pay off their debts, and that we'll be rich not only in our physical day-to-day life, but also we will be not in debt for our spiritual life, that we will continue to give you glory and honor that due unto your name, oh Father God. We pray for anyone who is going through any financial difficulties or situations in their life, oh Father God, that you will sustain them, you will let them be prosperous, oh Father God, according to your riches in heaven, oh Father God. We also pray for anyone here that is going through any sicknesses in their body, Father God. We pray a healing touch upon their lives, that your word would be sent and heal them, oh Father God, that by your stripes they are healed. We pray for those who are celebrating their birthdays in this coming week, oh Father God. We pray for a blessed year, a prosperous year, a year of flourishment, oh Father God, Lord, that they will be growing deeper in the word, they will be effective in the kingdom, that everything they do will be great, oh Father God, that anything that they're lacking in will be fulfilled in the year ahead of them, Father God, Lord, that you will protect them and keep them healthy and safe, oh Father God. We pray for the word that's going to be spoken to us today, that we pray that the word will be divided according to your Holy Spirit, oh Father God, that it will convict us, it will change our lives and transform us, oh Father God, Lord, Father. We pray for those who are not able to be here today. We pray for Wilson Uncle and Minnie Andy and the Armitage, Lord. We pray that you will bless them as they're ministering in a different state. We pray that your anointing will flow through them, that the heavenly divine appointment of those who are gathered there today, Lord, that they will be able to receive from you, oh Father God. The signs, the miracles, and wonders will follow those who believe, oh Father God, Lord. We pray for their safety of their journey back home, oh Father God. We pray the blood of Jesus upon them, oh Father God. We give you honor and glory and praise. In Jesus' name we pray. Amen. Praise God. Praise God. Hallelujah. Praise God. Now we have come to the time of receiving the word of God. നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ എപ്പോഴും ദൈവത്തിന്റെ വചനത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നു. ദൈവത്തിന്റെ വചനമാണ് നമ്മെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കുന്നത്, നമ്മെ വഴി നടത്തുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനം ദൈവത്തിന്റെ വചനമാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ച സമയത്ത് സാം 73 ബേസ് ചെയ്ത് ചില കാര്യങ്ങളാണ് സംസാരിച്ചത്. This will be the last of it. So I know you probably are tired of listening to Psalm 73. You probably thought, is there that much to speak from one Psalm? Can we have those slides, please? ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ചതിൻ്റെ തുടക്കം എന്തായിരുന്നു? ആസാഫ് ഈ ലോകത്തെ നോക്കിയപ്പോൾ ദുഷ്ടന്മാരുടെ സമൃദ്ധി കണ്ട് ആസാഫിന് വലിയ ഒരു പ്രയാസം ഉണ്ടായി. ആ പ്രയാസത്തിന്റെ അടിസ്ഥാനത്തിൽ he had a conversation with God. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ ആദ്യം ഞാൻ സംസാരിച്ചത്. ദൈവമായിട്ട് ഒന്നിച്ച് നടക്കുന്നതിന്റെ പ്രയോജനം. ഇന്ന് പ്രൈസ് വർഷിപ്പ് കൂടി നമ്മൾ കേട്ട സെക്കൻഡ് സോങ് എന്ന് പറയുന്നത് യു ആർ ഓൾ ഐ നീഡ്. Basically that is what I am talking here. നമ്മൾക്ക് ദൈവത്തോട് ചേർന്നിരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് ഉള്ളതിന്റെ എസൻസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് യു ആർ ഓൾ ഐ എവർ നീഡഡ്. ഐ ഡോണ്ട് നീഡ് എനിത്തിങ് എൽസ് in this world. You are all I need. That is one concept Asaph understood. അതിന്റെ അടിസ്ഥാനത്തിൽ I taught
possibly 5 times, I think, I said, when we have God in our life, when we are with God, closer to God, we are not alone in this world. Then we said, when we have God, God gives us directions and guidance. And then we said, there is hope and purpose in our life. And last time I said, being close to God shape our character. Today, what I am going to speak is, being close to God is giving us inner peace and comfort. Inner peace and comfort. നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഈ ലോകത്തിൽ ധനവും സമ്പത്തും ഒക്കെ ഉള്ളവർ നമ്മൾ വിചാരിക്കും അവർ കൈവേറ്റ് നല്ല ഉറക്കം വരുന്നത് ഇല്ലേ? എനിക്ക് തോന്നുന്നില്ല അവർക്ക് നല്ലോണം ഉറക്കം വരുമെന്ന്. I think they probably have miserable sleep. They probably need some assistance, some substance to put them into sleep. I heard stories like that. പക്ഷെങ്കിൽ ദൈവത്തിന്റെ മക്കൾക്ക് ഉറങ്ങാൻ ഒരു പ്രയാസം. You ask my wife, I go to bed, I sleep. That is an example. And she is sometimes wondering how I can do that. Because that is one advantage, I believe. When you have God in your life, your anxieties are gone. The worldly concerns are gone. So today we are going to look at why some of these things are possible. Would everybody have this inner peace and comfort? ദൈവത്തെ അറിയുന്ന എല്ലാവർക്കും ഇന്നർ കംഫർട്ടും പീസും ഉണ്ടാകുമോ? അങ്ങനെയുള്ളവർക്ക് യാതൊരു പ്രയാസവും ലോകത്തിൽ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഒരു കാര്യം ഞാൻ ആരംഭത്തിൽ തന്നെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ചർച്ചിൽ വരുന്നവരെല്ലാം ഒരവസ്ഥയിലല്ല വരുന്നത്. We have to take that into account. നമ്മൾ ഒരു 100 മെമ്പേഴ്സ് ഉള്ള ഒരു ചർച്ചിൽ നമ്മളായിരിക്കുമ്പോൾ അവിടെ വരുന്ന 100 പേരും ഒരേ റേഷ്യോയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരല്ല. അവർ കുറ്റക്കാരാണെന്നോ കുഴപ്പക്കാരാണെന്നോ അല്ല. അവർ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവരുടെ അവസ്ഥയ്ക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വന്നിരിക്കുക. എല്ലാവരും ഒരുപോലെ ദൈവത്തോട് ഒരേ സമയത്ത് ചേർന്നിരിക്കുന്നവരല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് എന്തുമാത്രം പറ്റിയിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്ന പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ എംഫസൈസ് ചെയ്തിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ കൂടുതൽ പ്രസംഗങ്ങളും പ്രോസ്പെരിറ്റി പ്രസംഗങ്ങളാണെന്ന് ഈ പുൾപിറ്റിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രോസ്പെരിറ്റി ആശ്രയിച്ച് ഒരാൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നതും, ദൈവം എനിക്ക് പ്രോസ്പെരിറ്റി ഒന്നും തന്നില്ലെങ്കിലും ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കും എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. ഇറ്റ്സ് ടു എക്സ്ട്രീംസ് ആണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ സമയത്ത് തന്നെ യേശുക്രിസ്തു 5 അപ്പം എടുത്തു, അതിനെ വാഴ്ത്തി, അതിനെ നുറുക്കി ആളുകൾക്ക് കൊടുത്തപ്പോൾ വീണ്ടും അപ്പം കിട്ടാനായിട്ട് ഒരുപാട് പേര് യേശുവിന്റെ അടുത്തോട്ട് വന്നു. എന്നാൽ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ എത്ര പേര് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു? യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ തന്നെ പറഞ്ഞു, എനിക്ക് ഈ ആളെ അറിയത്തേ ഇല്ല. സോ അപ്പൊ ദൈവത്തോട് ചേർന്ന് നടക്കുക എന്ന് നാം പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി ചേർന്ന് നടക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ലഭിച്ചാലും ഇല്ലെങ്കിലും, ദാനിയേല് പറഞ്ഞതുപോലെ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷേ എങ്കിൽ വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. അതാണ് അങ്ങനെ ചേർന്ന് നടക്കുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. അങ്ങനെ ചേർന്ന് നടക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ലോകത്തിൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ അനേക വ്യക്തികൾക്കും സ്ലീപ്പ് കിട്ടുന്നില്ല. അതിന് റിസർച്ച് എവിഡൻസസ് ഉണ്ട്. ഞാൻ സാധാരണഗതിയിൽ ഊഹാപോഹങ്ങളൊന്നും പ്രചരിപ്പിക്കുന്ന ഒരാളല്ല. ഞാൻ പ്രത്യേകിച്ച് ഈ പേപ്പറൊക്കെ എഴുതുമ്പോൾ അതിനെല്ലാം തെളിവ് കൊടുത്താണ് എഴുതേണ്ടത്. സോ അതിനൊരു തെളിവ് കൊടുത്തില്ലെങ്കിൽ അതിന്റെ പോയിന്റ്സ് എല്ലാം പോകും. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ പുൾപിറ്റിൽ നിന്നും നമ്മൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ക്രെഡിബിൾ ആകണം. ക്രെഡിബിൾ ആകണമെങ്കിൽ അതിന് എവിഡൻസ്
ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഊഹാപോഹങ്ങളൊന്നും പ്രചരിപ്പിക്കത്തില്ല. അപ്പോൾ റീസെർച്ച്, സയന്റിഫിക് റീസെർച്ച് തന്നെ കാണിക്കുന്നത്, അതുപോലെ തന്നെ ഫേമസ് ആളുകളുടെ ജീവിതവും അവരുടെ ജീവിത രീതികളും അവരുടെ ജീവിതത്തിന്റെ അന്ത്യവും നാം നോക്കുമ്പോൾ അത് കാണിക്കുന്നത് പല പ്രശസ്തരായിട്ടുള്ള, നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിൽ എല്ലാം നേടി എന്ന് അവകാശപ്പെടുന്ന അനേകരും അവരുടെ ജീവിതം വളരെ വളരെ പ്രതിസന്ധിയിൽ കൂടി അപമാനിതരായി ഈ ലോകത്തിൽ നിന്ന് പോയിട്ടുള്ള അവസ്ഥകളാണ് നമുക്ക് കാണുന്നത്. എന്താണ് അതിന്റെ കാരണം? പണമല്ല നമ്മളെ ഈ ലോകത്തിൽ പ്രശസ്തിയിലേക്ക് നയിക്കുന്നത്. പണമല്ല നമുക്ക് സുഖകരമായി ഉറങ്ങുവാൻ നമ്മെ സഹായിക്കുന്നത്. പണമല്ല നമ്മളെ പല കാര്യങ്ങളിൽ എത്തിക്കുന്നത്. ദൈവമാണ്. ദൈവമാണ് നമ്മെ ഈ ഇവിടെ എല്ലാം എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ, ഒന്നാമത് നമ്മൾ ഇന്ന് നോക്കുന്നത്, നാം ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സമാധാനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. സമാധാനം ദൈവം തരുന്നതാണ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് ദൈവം തന്നെയാണ് നമ്മോട് വാക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ദൈവത്തോട് നാം ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ആങ്സൈറ്റീസ് എല്ലാം ദൈവം അതിനെ സമാധാനമാക്കി മാറ്റും. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ആങ്സൈറ്റികളും ദൈവം അതിനെ ആങ്സൈറ്റിയെ എടുത്തു കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് സമാധാനം റീപ്ലേസ് ചെയ്യും. ദാറ്റ്സ് വാട്ട് ഹി ഈസ് ഗോയിങ് ടു ഡു. എങ്ങനെയാണ് നമുക്ക് ഈ ആങ്സൈറ്റി ഉണ്ടാകുന്നത്? നമ്മുടെ ചിന്തകളിലാണ്. നമ്മുടെ ചിന്തകളും നമ്മുടെ ഇമോഷനും ഒക്കെയാണ് ഈ ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ദൈവത്തിന് നമ്മുടെ ഇമോഷനെയും ചിന്തകളെയും എല്ലാം കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മോട്, അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്ന വാക്യം ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നുള്ള വാക്യം ഞാൻ വായിക്കട്ടെ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയായാലും അപേക്ഷയായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം, അവിടെ ആ സമാധാനം വരുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണിത്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്ന യാക്കോബിന്റെ ലേഖനത്തിലെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ കുറിച്ച് സംസാരിച്ചപ്പോൾ ബബീന said you can plan. Planning is not against the word of God. You can plan, but all plan is in the hands of a master planner. നമ്മുടെ ജീവിതത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് ദൈവമാണ്. And he decides what goes on in our life. So when the word of God here is telling us ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, ആ അവസ്ഥയിൽ നമുക്ക് വന്നു ചേരാൻ സാധിക്കുമോ? That's a question. I'm asking. Nobody need to answer that question, but think about that question. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എന്ന് നാം ഒരു വാക്യം കേട്ടാൽ, പൗലോസ് ഇത് പറയുന്നത് ലോജിക്കൽ അല്ല, അല്ലെങ്കിൽ റീസണബിൾ അല്ല, ഇത് സാധ്യമല്ല എന്നേ നമുക്ക് ആദ്യം തോന്നത്തുള്ളൂ. ഈ ഒരു വാക്യത്തിന്റെ എന്റെ കുറച്ചു ഏർലി ടൈമിലൊക്കെ ഞാൻ ഈ വാക്യത്തെ കുറിച്ച് വായിക്കുമ്പോൾ I am actually thinking, how is that possible? എങ്ങനെ ഇത് സാധ്യമാകും? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുന്നത് is easy because the severities of the problems when people face, അങ്ങനെയുള്ളവരോട് നമ്മൾ പറയാണ് നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഞാൻ ഓർക്കുന്നു, ഇവിടെ ഞാൻ 1980 ഇവിടെ അമേരിക്കയിൽ വന്ന സമയത്ത്, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടെ നിൽക്കാനായിരുന്നു ആഗ്രഹം. അപ്പൊ ഞാൻ പലരോടും സംസാരിച്ചു, എനിക്കിവിടെ നിൽക്കണം, എനിക്കൊരു വിസ ഒക്കെ ശരിയാക്കണം. അവരോട് പറഞ്ഞു ദൈവം സഹായിക്കും. But I am asking, why can't you help me? Because you are in a position to help me, but why can't you help me? Then I thought I got upset with them. I didn't tell them anything, but in my heart I was a little bit upset because I know they have the power to help, they have the opportunity to help, and they are telling me God will help you. And although at that time I didn't understand,
even maybe they didn't want to help me. They wanted to, it's a legal process and they wanted to get away from all those obligations. But I tell you, God helped me. Yeah, and I wanted to share that testimony here. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് എന്നുള്ള ആ വാക്യം. ഞാനിവിടെ 80 വന്ന് എൻ്റെ പഠിത്തമൊക്കെ തീരാറായി. ഞാൻ അടുത്ത 2-3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ I'll be going to India. I was in that stage. And then we have been praying, fasting and praying about this issue. And then at that time we used to go to an English church. And my wife was pregnant with our first child. We had no money whatsoever. We have so many needs. We don't know what to do, how all those things are going to happen. We have no idea. And one day when we went to the church service, after the service she felt dizzy. And she sat down on a chair in the church, and then everybody was going out, and then one American couple came to us. They introduced themselves to us, and they said he is the director of the cross-cultural ministries of the Church of God, and he told me that he was the bishop of Chicago, and he asked us what we are doing, where are you from, and he told me to go and see him in his office. I went and saw him in his office, and he asked me if I can start a church in Atlanta. I said yes. And he called my school president, and he got permission for me to stay here, and he filed my papers, and I got the immigration. And that's a long story, very short. But when we think about some of these things, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. പാസ്റ്റർ പറയാണ് ദൈവം സഹായിക്കും, ഡോണ്ട് വറി. അത് ആ അവസരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് വെരി ഹാർഡ്. ബട്ട് ഐ ടെൽ യു, ഗോഡ് വിൽ വർക്ക്. ഇതൊരു മിത്തല്ല. ദിസ് ഈസ് നോട്ട് എ മിത്ത്. ഇതൊരു സാങ്കല്പിക കഥയല്ല. ഇത് എന്റെ അനുഭവം മാത്രമല്ല, ഇത് അനേകരുടെ അനുഭവമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഏത് ആവശ്യങ്ങളിലും നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ നമ്മുടെ ആകുല ചിന്തകൾ, നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് നമ്മുടെ പ്രതിസന്ധി എന്ത് തന്നെയായിരുന്നാലും, രോഗമായിരുന്നാലും, ജോലിയായിരുന്നാലും, ഏത് തരത്തിലുള്ള പ്രതിസന്ധി ആയിരുന്നാലും നമുക്ക് അത് ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പുറകിൽ നിന്ന് കർത്താവിന്റെ പ്രവൃത്തി കാണാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ, ആ ഒരു താല്പര്യം നമുക്കുണ്ടെങ്കിൽ, ആബ്സല്യൂട്ട്ലി ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വരും. പിന്നെ ആ ഒരു വ്യാകുല ചിന്ത നമ്മുടെ മനസ്സിലില്ല. നമ്മുടെ ഒരു രോഗത്തിന്റെ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ക്യാൻസർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ല. It's only going to get worse and keep growing, but the moment that is taken out and thrown away and your body is going through a healing and you have no more problem. അതുപോലെ തന്നെയാണ് നമ്മെ മാനസികമായി ക്ലേശിപ്പിക്കുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കും. നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കണമെന്ന യാതൊരു ആവശ്യമില്ല. ഇവിടെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്ര വണ്ടർഫുൾ പ്രോമിസ് ആണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് പ്രോമിസ്. ഇങ്ങനെ ഒരു പ്രോമിസ് ജസ്റ്റിൻ പ്രാർത്ഥന ലീഡ് ചെയ്തപ്പോൾ ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങൾ ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ ഒരു ദൈവം വേറെ ഇല്ല വാസ്തവത്തിൽ. ഇത്ര മഹത്തായ വാഗ്ദത്തങ്ങൾ തരിക മാത്രമല്ല, ആ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ച് നിവർത്തി ചെയ്ത് ഓരോ വ്യക്തി ജീവിതങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവ പ്രവൃത്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വീണ്ടും സമർപ്പിക്കാം. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം, നാം ദൈവത്തോട് കൂടെ ജീവിക്കുമ്പോൾ
God's presence will bring calm and security. നമ്മുടെ വ്യാകുല ചിന്തകൾ മാറി പോകുമ്പോൾ സമാധാനം ഓട്ടോമാറ്റിക്കലി ഈസ് ഗോയിങ് ടു ഓട്ടോമാറ്റിക്കലി കം. സങ്കീർത്തനത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു എന്നുള്ള വാക്യത്തിൽ ആരംഭിച്ചിട്ട് 4-ാമത്തെ വാക്യത്തിൽ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മൾ എല്ലാവരും പല തരത്തിലുള്ള താഴ്വരകളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരാണ്. പല ജീവിതാനുഭവങ്ങൾ. ഇവിടെ ഇരിക്കുന്നവരെ തന്നെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്നവർ തന്നെ പലരും ജീവിതത്തിൽ വളരെ ക്ലേശകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരാണ്. പക്ഷെ ആ താഴ്വരയിലും കൈവിടാതിരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതെങ്ങനെ സാധിക്കും? വാസ്തവത്തിൽ നമ്മള് ഈ പെന്തക്കോസ്റ്റൽ ഫ്യൂണറൽസിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ചില വാക്യങ്ങളോട് ഞങ്ങൾ ആരോട് ദുഃഖിക്കുന്നില്ല, ഭാരപ്പെടുന്നില്ല, നമുക്കൊരു പ്രത്യാശയുണ്ട്. അത് വാസ്തവം പറഞ്ഞാൽ അത് ഞാൻ അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ Pentecostals are doing real bad things. കാരണം they don't give a chance for people to grieve. നമ്മുടെ ഗ്രീവ് ഓട്ടോമാറ്റിക്കലി അത് സഡൻലി അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫുൾ സ്റ്റോപ്പിലോട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. We don't allow people to grieve. പക്ഷെ ഇത് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ കടന്നു വന്നിരിക്കുന്ന വ്യാകുല ചിന്തകൾ, ഏത് അനുഭവത്തിന്റെ കാഠിന്യം എത്രയായിരുന്നാലും ആ കാഠിന്യത്തെ ലഘൂകരിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് when I was preparing this message, ഞാൻ ചിന്തിച്ചു, I am just talking a theory. Is this a theory or it is really a practicable experience? നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണോ ഇത്? നമ്മൾ എത്ര സിവിയർ ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോയാലും അവിടെ നമുക്ക് കാംനെസ്സും സെക്യൂരിറ്റിയും കിട്ടാൻ സാധ്യതയുണ്ടോ? So I looked into Google. I asked Google, give me an example of someone who had gone through a situation like that. It gave me an example of a person by the name of Spafford, who lived in the 1800s, and he had a series of losses in his life. I know you all know this story. And in the 1871, there was a Chicago fire, and he lost his real estate in that fire. And a couple of years later, he lost one of his youngest son to illness, and the son passed away. And then his wife and four of his children went on a trip, a voyage to Europe. And in the middle of their journey, that trip they traveled collided with another ship, and all those 4 children were killed in that accident. And then this wife sent a telegram to her husband. She said, "Saved alone. Saved alone." So, what a tragedy is this? This is really a tragic situation. A person who lost all what they had, plus a son to death. Now 4 of the other children, all gone out of their life. And then the husband came to find this person, find the wife. And while he was traveling, the captain of the ship told, when they came to the area where that wreck happened, they pointed out, this is where that happened. At that moment, this person, instead of worrying and sinking into depression and pain and tragic problem, he just wrote a song. And you know the story. Even before I knew this, and he wrote this song. When peace like a river attendeth
my way. When sorrows like sea billows roll, whatever my lot, thou hast taught me to say, it is well, it is well with my soul. ദൈവത്തിന്റെ വചനം ഒരു തിയറി അല്ല. It's not a theory. It is a theory to those who don't practice the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് ദൈവത്തിന്റെ വചനം ഒരു അനുഭവമാണ്. ഇറ്റ്സ് an experience. ഇവിടെ ആ വ്യക്തിക്ക് തന്റെ ജീവിതത്തിലെ സകല സാഹചര്യങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ it is well with my soul എന്ന് പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? Because he is closer to God. He can experience the presence of God. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താണ്? ഞാൻ 73-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള എൻ്റെ ഈ സീരീസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ എന്താണ് പറഞ്ഞത്? അവസാനത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടുന്നതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഞാൻ യഹോവയായ ദൈവത്തെ എന്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവരാണ് എന്ന് എനിക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണ് എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളവരാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് നാം ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്നത്, ദൈവസന്നിധിയിൽ നമ്മൾ ശോധന ചെയ്യേണ്ടുന്നത്, ഞാൻ എത്രമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നു. ഇന്ന് നാം ഇംഗ്ലീഷ് കേട്ടതുപോലെ നമുക്ക് ഈ ഒരു കൺക്ലൂഷൻ എത്തിച്ചേരാം. All I need is you. You're all I need. എനിക്ക് മറ്റൊന്നും ഈ ലോകത്തിൽ ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്, അത് എൻ്റെ ദൈവമാണ്. ആ ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ ജീവിതം എങ്ങനെ മാറിയാലും മറിഞ്ഞാലും, ഏത് രൂപവും ഏത് ഭാവവും, മരണമോ രോഗമോ ക്ലേശമോ നഷ്ടമോ സങ്കടമോ എന്ത് തന്നെ വന്നാലും അതിന്റെ എല്ലാം മധ്യത്തിൽ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം നമ്മെ ഭരിക്കും. ആ സമാധാനം നമ്മുടെ മനസ്സുകളിൽ നിറയും. ആ സമാധാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവിക നന്മകൾ അനുഭവിക്കാൻ കഴിയും. ലോകത്തിന്റെ ചലഞ്ചുകൾ കാണുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ കണ്ടതുപോലെ തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടു, എങ്കിലും ഒരു കാര്യം ഇയ്യോബ് ചെയ്തു, ഒരിക്കലും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. എനിക്ക് സംഭവിച്ചതിന്റെ ഒക്കെ ഉത്തരവാദിത്വം ദൈവമാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല. ഇവിടെ സ്റ്റാഫോട് പറഞ്ഞതുപോലെ തന്നെ, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ ഗോഡ്, വിത്ത് മൈ സോൾ. ദൈവം നമുക്ക് ദോഷകരമായിട്ട് ഒന്നും ചെയ്യത്തില്ല. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടയ്ക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒന്ന് ശോധന ചെയ്യാം. നാം തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സുഖകരമായിട്ടുള്ള അനുഭവങ്ങളല്ല വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്, രോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ധൈര്യത്തോട് ഇന്ന് ഉറക്കെ പ്രസ്താവിക്കാൻ കഴിയുന്നത്, ഈ സാഹചര്യങ്ങളൊക്കെ വളരെ കൂരിരുളിന്റെ അനുഭവങ്ങളായിരുന്നു. പക്ഷെ അതിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, ഞാൻ ഏകനായിരുന്നില്ല. എനിക്ക് സഞ്ചരിക്കുവാനുള്ള ഡയറക്ഷൻ എൻ്റെ ദൈവം തന്നു. എൻ്റെ ദൈവം എൻ്റെ സ്വഭാവത്തെ രൂപീകരിച്ചു. എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരുന്നു. ഇന്നും എനിക്ക് ആ ദൈവം നന്മ ചെയ്യുമെന്നും ആ ദൈവനെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമെന്നുള്ള ആ ചിന്ത എന്നെ ഭരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ സമാധാനം എൻ്റെ ഉള്ളിൽ നിറയും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധി നമുക്ക് തന്നെ സമർപ്പിക്കാം. നമുക്കൊരു പാട്ടിന്റെ ചില അടികൾ പാടി ദൈവത്തെ ആരാധിച്ചതിന് ശേഷം പ്രിയാച്ചാൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗം അവസാനിപ്പിക്കും. പരിശോധനകൾ വരികിൽ മനം പതരാതെ
ചൈനീസ് സമയത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ആരാധന അവസാനിപ്പിക്കും. Praise you, God. എല്ലാ മക്കൾക്കായ നന്ദിയോടെ കർത്താവേ നന്ദിയോടെ പ്രാർത്ഥന. Yes, Lord. കർത്താവേ നല്ല സമയം നന്നായി സൂചിക്കുന്നു. Yes, Jesus. ഒരു അവിടെ ഞങ്ങൾ നല്ല വിമലവനായി പോയിരുന്നു കൂടെ സഹായത്തിനായി ശ്രദ്ധിക്കുന്നു. കർത്താവേ ഈ സഭയെ അക്കത്തിന് വേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കാരും വ്യക്തികൾക്കാരും നന്ദിയോടെ സഭയെ ഞങ്ങൾ പുതിയ എത്തണേന്ന് പ്രാർത്ഥിക്കുന്നു. ഞാന്മാരുടെ കൂടിയ പ്രാർത്ഥിക്കുന്നു. കർത്താവെ യാത്രയായിരിക്കുന്ന യാത്രയിൽ കൂടാതെ കൊണ്ടുവന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. ആഴ്ചയിൽ കുടുംബ ജീവിതത്തിലൂടെ അംഗീകരിക്കണമെന്ന് പ്രാർത്ഥിക്കർത്തായ വചനത്തിൽ കർത്താവെ കുഞ്ഞിന് കൊടുത്താലുള്ള ഭാഗ്യത്തിനായി കർത്താവെ സന്തോഷത്തോടെ കർത്താവെ യാക്കോബിന്റെ ജീവിതം പഠിപ്പിക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവെ കുഞ്ഞിനെ സഹായിക്കുന്നു. 1 വർഷം കൊണ്ട് കൊടുക്കുന്ന കർത്താവെ അവർക്കും കുടുംബത്തിനും സഭയ്ക്ക് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭരണാലും ദൈവത്തെ പ്രവർത്തനമല്ല നിർത്തലാകുന്ന ലോകത്തിന് സമാധാനം സന്തോഷം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇന്ത്യ ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്നു. അതായത് പല വിധത്തിലുള്ള പ്രയാസം പാലനകർത്താവ് നമുക്ക് വേണ്ടി ദേവദാസന്മാർക്ക് വേണ്ടി എല്ലാവരും കർത്താവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി കാര്യങ്ങൾ സ്കൂളിൽ പോകുന്ന സൂക്ഷിക്കണം. തൊട്ടുള്ളവരെ കാത്തോളെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായ കേട്ടണം. സർവേശ്വരദാന വലിയ നാമത്തെ അനുഗ്രഹത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.